Welcome to XY's Malayali's channel. Don't forget to subscribe. മുതിർന്ന പൗരന്മാർക്കുള്ള സർക്കാർ ധനസഹായങ്ങൾ എന്തെല്ലാം? നമസ്കാരം. നമുക്കിടയിൽ ഭൂരിപക്ഷം മുതിർന്ന പൗരന്മാരും സർക്കാർ നൽകുന്ന നിരവധി സഹായങ്ങളെപ്പറ്റി അറിയാത്തതുകൊണ്ട് അതിന്റെ പ്രയോജനം ഭൂരിപക്ഷം പേർക്കും ലഭിക്കാതിരിക്കുന്നത്. പലർക്കും ഇപ്പയാൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, യാത്രാ ഇളവുകൾ കിട്ടിയാൽ തന്നെ വലിയ ആശ്വാസമായി കണക്കാക്കുന്നു. എന്നാൽ അവയൊക്കെ കൂടാതെ തന്നെ നമ്മുടെ സർക്കാർ മുതിർന്ന പൗരന്മാർക്കായി വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്ന കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന പ്രധാന സഹായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുറപ്പു തോന്നിയാൽ അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പെൻഷൻ പദ്ധതികൾ. 1. ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം (IGNOPS). 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, പ്രത്യേകിച്ച് പട്ടികയിലുള്ളവർക്ക് ഈ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുന്നു. 60 കുറയ്ക്കുക 79 വയസ്സുള്ളവർക്ക് 200 രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപയും ലഭിക്കുന്നതാണ്. പല സംസ്ഥാനങ്ങളും ഇതിലും കൂടിയ തുകകൾ കൊടുക്കുന്നുണ്ട്. 2. അടൽ പെൻഷൻ യോജന. 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതി ലഭ്യമാണ്. 60 വയസ്സ് തികയുമ്പോൾ വരിക്കാർക്ക് പ്രതിമാസം 1000 രൂപ, പ്രതിമാസം 2000 രൂപ, പ്രതിമാസം 3000 രൂപ, പ്രതിമാസം 4000 രൂപ, പ്രതിമാസം 5000 രൂപ എന്നിങ്ങനെ നിശ്ചിത കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പ്രതിമാസ പെൻഷൻ വരിക്കാരന് ലഭ്യമാകും. തുടർന്ന് പങ്കാളിക്കും അവരുടെ മരണശേഷം സമാഹരിക്കപ്പെട്ട തുക വരിക്കാരന്റെ നോമിനിക്ക് തിരികെ നൽകും. യാത്രാ ഇളവുകൾ. ഇന്ത്യൻ റെയിൽവേസ് പുരുഷന്മാർക്ക് 60 കഴിഞ്ഞവർക്ക് 40%, സ്ത്രീകൾ 58 വയസ്സ് കഴിഞ്ഞവർക്ക് 50% യാത്ര ചെയ്യുന്നതിന് ഇളവ് കൊടുക്കുന്നു. കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കൂ. സർക്കാർ ബസുകൾ. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മുതിർന്ന പൗരന്മാർക്ക് ബസുകളിൽ ഇളവ് നൽകുന്നു. കെയിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം. ആരോഗ്യ സേവനങ്ങൾ. ആയുഷ്മാൻ ഭാരത് യോജന അല്ലെങ്കിൽ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന 2018 സെപ്റ്റംബർ 23 ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ ഒരു ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന അല്ലെങ്കിൽ പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. സാമ്പത്തികമായി ദുർബലരായ ആളുകൾക്ക് BPL ഉടമകൾ ആരോഗ്യ ഇൻഷുറൻസ് നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന് കീഴിൽ വരുന്ന ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപ വരെ പണമടക്കാതെ ആരോഗ്യ ഇൻഷുറൻസ് നൽകും. വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഗുണനിലവാരമുള്ള വൈദ്യസഹായം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുവഴി ആളുകൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ലഭിക്കും. നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി (NAPHC). വിവിധ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വയോജനങ്ങൾക്ക് സംയോജിത രീതിയിൽ പ്രോത്സാഹനം, പ്രതിരോധം, രോഗചികിത്സ, പുനരധിവാസ സേവനങ്ങൾ നൽകുന്നതിനാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആരോഗ്യ സൗകര്യങ്ങളുടെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കും സേവനങ്ങളുടെ പാക്കേജ്. ഓരോ സൗകര്യത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെടാം. സർക്കാർ ആശുപത്രികളിൽ ജെറിയാട്രിക്സ് വകുപ്പുകൾ, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വരിഷ്ഠ മെഡിക്ലെയിം. 60 വയസ്സിനും മുകളിലുള്ളവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ്. നികുതി ഇളവുകൾ. 60-79 വയസ്സുള്ളവർക്ക് വരുമാന നികുതി ഇളവ് 3 രൂപ ലക്ഷം വരെ. നികുതി ഇളവുകൾ. 60 മുതൽ 79 വയസ്സുള്ളവർക്ക് വരുമാന നികുതി ഇളവ് 3 രൂപ ലക്ഷം വരെ. 80 വയസ്സുള്ളവർക്ക് 5 ലക്ഷം വരെ നികുതി ഇല്ല. ബാങ്ക് പലിശയിൽ ഒഴിവാക്കാൻ ഫോം 15H സമർപ്പിക്കാം. സീനിയർ സിറ്റിസൺ കാർഡ് ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസിൽ നിന്ന് ലഭിക്കും. യാത്രാ ഇളവുകൾക്കും സഹായങ്ങൾക്കും ഉപയോഗപ്രദം.
Thank you for watching. Hello, hey.